ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറും കൊണ്ട് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ ചോറെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ചോറ് ബാക്കി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി അരയ്ക്കാം. കാരണം അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കും. അതുകൊണ്ട് അത് നന്നായിട്ട് ചോറിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ എടുത്തു വെച്ച 2-3 കുരുമുളക്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചോറ് കൂടി ചേർത്തിട്ട് അരയ്ക്കാം. ശരിക്കും അങ്ങ് അരയ്ക്കണമെന്നില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ കേട്ടോ. ചോറിനകത്ത് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അരച്ച ചോറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഈ അരിപ്പൊടിക്ക് പകരം റവയോ ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വേണേലും ചേർക്കാം. പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാനും അരിയുടെ ഒരു ടേസ്റ്റ് മാറാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, 2-3 പുതിന ഇല, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. മല്ലിയില, പുതിനയില, സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ ഈ മല്ലിയിലയും പുതിനയിലയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളതൊക്കെ ഇട്ടാൽ മതി. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും നിർബന്ധമായിട്ടും ചേർക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഞങ്ങൾക്കിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ചോറ് അരച്ചതിൻ്റെ ആ വെള്ളത്തിൻ്റെ മയം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. റൗണ്ടാക്കിയോ അല്ലെങ്കിൽ വടയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്യാം. ഇപ്പോൾ മാവെല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം പതുക്കി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ച് വയ്ക്കാം. നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ചോറ് കൊണ്ടുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റുമുള്ള സ്നാക്കാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊന്നും സ്നാക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ചോറ് ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. അതാണ് ഓക്കെ.